മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്താ പറ്റി മുഖത്തൊരു മാനത? അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറയണോ ഒന്ന് നിർത്താവോന്ന്? ഇന്നലെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ചൊന്നും കോളേജിൽ നടന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അല്ലെങ്കിൽ എന്നൊന്നും എന്നാ പോയി പറയാനാ? അത് വെറുതെ. നീ ഇന്ന് ലേറ്റ് ആയിട്ടാണോ വന്നേ? അല്ല, ക്ലാസ്സിൽ കയറാതെ അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടു, അതാ ചോദിച്ചേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നെ കൂട്ടാതെ രാവിലെ പോയിട്ട് എങ്ങനാ ഞാൻ കോളേജിൽ വന്നേന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആ പുതിയ അവതാരത്തിന്റെ ഷോ അതായിരിക്കും ചേട്ടൻ കണ്ടത്. ആര്? ആദ്യം വന്ന് കേറിയില്ല, അതിനു മുമ്പേ അതിന്റെ തലേ കയറിയോ നീ? എന്താ സപ്പോർട്ട്! എല്ലാരും കുപ്പിലാക്കി വെച്ചേക്കോ കോട്ട് കൊള്ളൻ. ഈ കണക്കിന് പോയ ആദ്യം എനിക്കൊരു വ്യാധിയാകും. ഞാൻ ആരുടെ തലയിലും കേറിയില്ല. എന്റെ തലയിൽ കയറാൻ വന്ന ആ താല് ഞാൻ തല്ലി പൊട്ടിക്കും. ആദ്യമായാലും വ്യാധി ആയാലും ഞാൻ പോവാ, എനിക്ക് മതി. ചെടി കഴിച്ചിട്ട് കൂടി. എന്താ മൂപ്പീര് പെണ്ണിന്റെ? കുറച്ച് മൂപ്പിച്ചോട്ടെ, അവളുടെ വിചാരം എല്ലാ സാറുമാരും എന്നെ പോലാണ്. എന്തായാലും പുതിയ സാറ് കൊള്ളാം, കാര്യമായിട്ട് കൊണ്ടിട്ടുണ്ട്. അതാ ഇങ്ങനെ പോന്നെ. ആ, അതെനിക്കും തോന്നി. പിന്നെ പറഞ്ഞാ മമ്മി അറിയും, പപ്പയുടെ കമ്പനിയുടെ MD-യുടെ മോനാ ഇവിടെ പറഞ്ഞ പ്രൊഫസർ. ആനന്ദ് സാറിന്റെ മോനോ? പ്രൊഫസറോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഇത്രയും വലിയ ബിസിനസ്മാന്റെ മക്കളൊക്കെ ബിസിനസ്സിലോട്ട് തന്നെ ഇറങ്ങുന്നേ. ആദ്യമായിട്ടാ ഇങ്ങനെ ഞാൻ കേൾക്കുന്നേ. ഞാനും ഇങ്ങനെ വിചാരിച്ചേ, പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതും ശരിയാ. സർ, മിസ്റ്റർ മൂർത്തി കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഹലോ മിസ്റ്റർ വർമ്മ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടാവോ? അതെന്ത് ചോദ്യമാണ് സത്യമൂർത്തി. ഈ ആനന്ദ് വർമ്മ പെട്ടെന്നൊന്നും ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല, പ്രത്യേകിച്ച് എന്റെ ഒരേ ഒരു സ്വയം പ്രഖ്യാപിത ശത്രുവിനെ. അതെനിക്കിഷ്ടപ്പെട്ടു, സ്വയം പ്രഖ്യാപിത ശത്രു. കൊള്ളാം. അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എന്റെ സുഹൃത്തിന് നല്ല ഹ്യൂമർ സെൻസാ. പിന്നെ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? മകൻ നാട്ടിൽ വന്നെന്നൊക്കെ കേട്ടു. എന്താ സത്യമൂർത്തി താനിങ്ങനെ? എന്ന് തന്നെ ഞാൻ കണ്ടോ അന്ന് മുതലുണ്ട് ഈ വളച്ചു ചുറ്റിയുള്ള സംസാരം. എന്താണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയുമായിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി എനിക്ക് തരാം, അത്രയും സമയവും ലാഭം. വാ, തന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പേഴ്സണൽ ലൈഫിലും ബിസിനസ് കരിയറിലും തന്നെ ബെസ്റ്റ് ആക്കി നിർത്തുന്നു. ഇങ്ങനൊരു കുടുംബത്തിലേക്കും എന്റെ മോളോ മരുമോളായി വരണമെന്ന് ആഗ്രഹിച്ചതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, അല്ലേ വർമ്മ? ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് ഈ വക കാര്യങ്ങളിലാകുമ്പോൾ ആ ആഗ്രഹം രണ്ടു പക്ഷത്തും ഉണ്ടാവണം. അങ്ങനെ എനിക്ക് ഇവിടെ കാണുന്നില്ലല്ലോ മൂർത്തി. അപ്പം ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമില്ലെന്നല്ലേ അർത്ഥം? അപ്പം രണ്ടു പക്ഷത്തും ആഗ്രഹം തോന്നിയാൽ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് അർത്ഥം. കുടുങ്ങും, പതുക്കെ തിന്നിടി. അതിനൊന്നും സമയമില്ല എന്റെ പൊന്നു മോളെ. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്നും കൂടെ ആ സെമിനാർ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആ കാലം പ്രിൻസിയുടെ ഓഫീസിൽ പോയി നിൽക്കേണ്ടി വരും ഞാൻ. അതിന് ഇതൊരു സെമിനാറിനുള്ള അത്രയൊന്നും ഇല്ലല്ലോ ഈ പേപ്പർ. ആകപ്പാടെ 4 പേപ്പറല്ലേ ഉള്ളൂ. പിന്നെ 4 പേപ്പർ ലോകത്തില്ലാത്ത ടോപ്പിക് എടുത്ത് സെമിനാർ എഴുതിക്കോന്നും പറഞ്ഞ് തന്നിട്ട് ഇപ്പൊ 4 പേപ്പർ ആയതാ നിന്റെ കുറ്റം? കുരുട്ട കുരുവിളയല്ലേ, ഇതൊക്കെ മതി. ഇനി ഇത് പോരെങ്കിൽ പൊന്നുമോള് എനിക്കൊന്ന് എഴുതിത്താ. നീ എന്തേലും കാണിക്ക്, നിന്നോട് പറയാൻ ഞാനില്ല. വാ പോകാം. എന്താ പോന്നില്ലേ? എഴുന്നേക്കടി. ദേ ഇങ്ങോട്ട് നോക്കി വരുന്നുണ്ട് കൊള്ളിപ്പിശാശ്. ഇന്ന് എന്ത് കോടാലി പൊക്കി പിടിച്ചോണ്ടാണോ ഇവിടെ വരുന്നേ? പോടി. ഒന്നുമില്ലേലും അവള് നമ്മളെ ഒരേ ഒരു സ്നേഹിതയല്ലേ. അവക്ക് ബോറടിക്കുമ്പോ നമ്മളെ ചൊറിയുന്നു, നമുക്ക് ബോറടിക്കുമ്പോ അവളെ ചൊറിയും. ഇതൊക്കെ ഒരു രസമല്ലേ? അവള് വരട്ടേടി. ആരാണ് ഒരു എന്റർടൈൻമെന്റ് ആഗ്രഹിക്കാത്ത? ആ എന്റർടൈൻമെന്റിന് 2 പേർക്കും കൂടെ ഒരാഴ്ച സസ്പെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം പ്രിൻസ് എഴുതി അങ്ങ് തന്നെ. ഓർക്കുന്നുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? അതൊക്കെ എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗങ്ങളല്ലേ. നല്ലതാ. എന്താ മോളെ മീരെ പതിവില്ലാതെ കോളേജിൽ നേരത്തെ? പുതിയ സാറ് പാലൊടിച്ചെന്ന് കേട്ട് അതിന്റെ സൈഡ് എഫക്റ്റാ? ഇവളിത് കേട്ടിട്ടേ പോവും. പാലൊടിയാൻ നിന്നെ പോലെ വാനര ജന്മം അല്ലല്ലോ ഞാൻ. രണ്ടും കൂടെ ഒന്ന് നിർത്താമോ?
എന്റെ പൊന്നറിയ വെറുതെ രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനാണ് വേണ്ട, നീ ക്ലാസ്സിൽ പോ. നമ്മളൊന്നും പറയുന്നില്ലേ, എന്നാലും എന്റെ മീരേ അത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചു നീ എല്ലാ പ്രൊഫസർമാരെയും കുപ്പിയിലാക്കുന്ന പോലെ പ്രൊഫസറെ അങ്ങ് കുപ്പിയിലാക്കി അങ്ങ് അടച്ചു വെച്ചെന്ന്. അത് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ചേട്ടനാന്നും കൂടെ കേട്ടപ്പോ ഞാൻ ഏതാണ്ട് ഉറപ്പിച്ച്. പക്ഷെ സത്യം വേറൊന്നായിരുന്നെന്ന് ഞാൻ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോ ഒരു ഖേദ പ്രകടനം ഞാൻ അറിയിക്കണ്ടേ? ഒന്നുമില്ലേലും എന്റെ ഒരേ ഒരു ശത്രുവല്ലേ നീ. അത് ശരി, മോള് രാവിലെ വണ്ടി കൂടി മുടക്കി കോളേജിലോട്ടായിരുന്നല്ലേ ഞാൻ കുപ്പിയിലാക്കിയോന്ന് അറിയാനാ? പറയണ്ടായിരുന്നു നേരത്തെ. മോളെ റിയേ, നീ പേടിക്കണ്ട, ഞാൻ ഇതുവരെ ആരെയും കുപ്പിയിലും കുളത്തിലൊന്നും ആക്കിയിട്ടില്ല. പിന്നെ നിനക്ക് അത്ര സംശയമാണെങ്കിൽ സ്റ്റാഫ് റൂമിലോ പ്രിൻസിപ്പൽ ഓഫീസിലോട്ടോ ചെല്ല്. വടി വിഴുങ്ങിയ പോലെ നിന്റെ പ്രൊഫസർ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. നീ കയ്യോടെ ചെന്ന് കോരിയെടുത്ത് ഉപ്പിലിടുവോ കുളത്തിലിടുവോ കലത്തിലിടുവോ എന്തു വേണേലും കാണിച്ചു. എന്റെ സമയം മെനക്കെടുത്താതെ ഇപ്പൊ മുളിച്ചില്ല. നീ കൂടുതൽ പാചകമൊന്നും അടിക്കണ്ട, ഇവളുടെ ധൈര്യത്തിലല്ലേ നീ കിടന്നീ തിളയ്ക്കുന്നത്. എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുപ്പിയിലല്ല മറ്റു പലതിലുമാക്കും. അതിന് പ്രൊഫസറുടെ പെങ്ങളെ വാല തൂങ്ങി നടക്കണമെന്നൊന്നും ഇല്ല. ഓ ആയിക്കോട്ടെ, സന്തോഷം. വേഗം ഒന്ന് കുപ്പിയിലാക്കണേ, ഒന്ന് കാണാന്. എടി ദ്രോഹി, നീ എന്തിനാടി ആ പൊട്ടിനെ എരിവ് കയറ്റി വിട്ടത്? ചുമ്മാ ഇരിക്കട്ടെ, ഇനി നമ്മൾ പണിപ്പെട്ടൊന്നും ചെയ്യണ്ട, എല്ലാം നിന്റെ പൊരട്ട് പ്രൊഫസർ ചെയ്തോളൂ. എന്താണ് നിന്റെ പ്ലാൻ? ഇനിയും ഒരു വഴക്ക് ഞാനും അവളും തമ്മിലുണ്ടായ രണ്ടുപേരിൽ ഒരാളെ കാണത്തുള്ളൂ. അതിലും നല്ലത് ഇത് തന്നെയാ. നീ കേട്ടിട്ടില്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷീന്ന്? ഇതാകുമ്പം അവളുടെ ചൊറിച്ചിലും മാറും, നിന്റെ ചേട്ടനൊരു പണിയാകും. അവള് കുപ്പിയിലാക്കട്ടെ, നമുക്കിരുന്ന് കളി കാണാം. കുപ്പിയിലാക്കാൻ പോയിട്ട് ലാസ്റ്റ് അവള് പെട്ടിയിലാകാതിരുന്നാ മതി. അങ്ങനെ ആക്കണമെങ്കിൽ ഈ കോളേജിലുള്ളവളുമാരെ എല്ലാം പെട്ടിയിലാക്കണം പ്രൊഫസർ. അതോർത്തിട്ട് നീ പേടിക്കണ്ട. ഇപ്പൊ നമുക്ക് സെമിനാർ സബ്മിറ്റ് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല ഗൗരവത്തിലാന്ന് തോന്നുന്നു സാറ്. അല്ല, ഇന്നിവിടെ വല്ല പ്രോഗ്രാമോ മറ്റോ ഉണ്ടോ? ക്ലാസ് ടൈം ആയിട്ടും ആരും ക്ലാസ്സിലൊന്നും കയറി കണ്ടില്ല. ഇല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണോ? എവിടെ നോക്കട്ടെ. ബെസ്റ്റ്, എനിക്ക് അപ്പോഴേ തോന്നി ഇതുങ്ങൾ രണ്ടെണ്ണം ആയിരിക്കുമെന്ന്. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കാനാണ് ഇവർ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ കൂടെ കോളേജിലോട്ട് പോകുന്നത്. ഇത് ഇതുങ്ങളുടെ സ്ഥിരം പരിപാടിയാ. ചോദിച്ചു കഴിയുമ്പോ 100 ന്യായങ്ങള്. ആ നിൽക്കുന്നതിലൊന്നും എന്റെ അനീതിയോണ്ട് ഞാൻ പൊക്കി പറയുമല്ല. ഇതുപോലെ അഹങ്കാരം പിടിച്ചൊരു വിത്ത് വേറെ ഇല്ല. അതെനിക്കറിയാം. ഇനി ഇതിലെ കൂടെ നടന്ന ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയ ഇന്നലത്തെ പോലെ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, നേരെ പ്രിൻസിപ്പൽ ഓഫീസിലോട്ട് വിട്ടേക്ക്. അത് ശരി, അപ്പൊ ഇത് തലയുടെ വാലിന്റെ സ്ഥിരം കലാപരിപാടിയാണ്. ഞാൻ വിചാരിച്ചത് അന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ലേറ്റ് ആയതായിരിക്കുമെന്ന്. അപ്പം ഞാനന്ന് ക്ലാസ് എടുത്തോണ്ടാണ് ലേയും ക്ലാസ്സിൽ കയറി, അല്ലെങ്കിൽ അതുമില്ല. സംശയമുണ്ടോ? ഇവളുമാര് മാത്രമല്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം തന്നെ. നമ്മൾ വിചാരിക്കും ബോയ്സാ ഏറ്റവും അലമ്പ്. ഈ ഗേൾസിനോട് നമ്മൾ കുറച്ച് കണ്ണുമാട്ടം കാണുമ്പോൾ ഇവളുമാര് നമ്മുടെ തലയിൽ കയറിന്ന് തബലയടിക്കും. അവന്മാരും കണക്കാ. പിന്നെ സാറിനൊരു കാര്യം അറിയൂ, ഞാനിവിടെ ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് ലവ് ലെറ്റർ വരെ ഇവിടുത്തെ പിള്ളേര് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ്സിൽ കയറാതിരിക്കുന്നതിനല്ലേ ശകാരിക്കാൻ പറ്റത്തുള്ളൂ, കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. അപ്പൊ സാറ് പറയുന്നത് എനിക്ക് ഈ വക ഓമക്കത്തൊക്കെ കിട്ടാം, അതുകൊണ്ടൊന്ന് കരുതിയിരുന്നോ എന്നാണോ? അങ്ങനല്ല, ഫസ്റ്റ് ഡേ തന്നെ സാറ് ക്ലാസ്സിൽ കയറിയപ്പോ പിള്ളേരുടെ ഒരു ഇളക്കമൊക്കെ വെച്ച് നോക്കുമ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാ എന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, സാറ് ക്ലാസ്സിൽ പോകുന്നില്ലേ? അത് പറയാനാ ഞാൻ വന്നത് തന്നെ. എനിക്ക് ലാബ് വരെ ഒന്ന് പോണം. സാർ ഈ അവർ ഫ്രീ ആണെങ്കിൽ സെക്കൻഡ് ഈസിയിൽ ഒന്ന് എടുത്തേക്കാവൂ. ഫ്രീ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആ പിള്ളേർ ക്യാൻറ്റീനിലോട്ട് പോകും. പിന്നെ പ്രിൻസിയുടെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ. അതിനെന്താ, സാറ് പൊക്കോ, ഞാൻ എടുത്തോളാം. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി എന്നാ. ഗുഡ് മോർണിംഗ് ഓൾ. അറ്റൻഡൻസ് ഞാൻ ലാസ്റ്റ് എടുത്തോളാം. ഇപ്പൊ നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിലെ റിസർച്ച് മെത്തേഡ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇയാളോ? അതിനെന്നെ ഇയാളുടെ അവർ ഇല്ലല്ലോ. ഇല്ലാത്ത ദിവസം കൂടെ മറ്റെന്റെ തല പറിപ്പിക്കാൻ കേറി വന്നോളൂ. എങ്ങനായി മരണത്തെയാണ് പറഞ്ഞു വിടുന്നത്? കുരിപ്പേ, ഇയാളെന്താ ഇവിടെ? ഇത് ഹരിസാറിന്റെ അവരാ. എന്നെ അടി, എനിക്ക് എങ്ങനെ അറിയാം ഞാനിവിടെ ഇരിക്കുന്നേ? ഓ ചോദിക്കണേ പുല്ലേ, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിട്. ഇത് ക്ലാസ് എടുക്കാൻ പോവാൻ തോന്നുന്നു, പറ എങ്ങോട്ട്. ഓ ഇപ്പോള് എന്നെയും കൂടെ കൊലച്ചു കൊടുക്കും. സാർ അത് പിന്നെ ഇത് ഹരിസാറിന്റെ അവറാ, സാറിന് അവറില്ല. അറിയാം, ഹരിസാറിന് ലാബിൽ പോയി, അതുകൊണ്ടാ ഞാൻ വന്നേ.
കൊണ്ട് വേഗം ബുക്ക് എടുക്ക. നാശം. ലിസൺ, ഇത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് പ്ലാനിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു യുവർ എക്സാം. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പഠിപ്പിച്ച് തീർത്ത പോർഷൻ ആയിട്ട് പോലും ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചത്. അതുകൊണ്ട് വളാന്ന് കിടന്ന് സംസാരിക്കരുത്. ലിസൺ ടു മീ, ഓക്കെ? ഓ, തുടങ്ങി. ഇനി 1 മണിക്കൂർ സമാധാനം തരത്തില്ല. തീരുമ്പോ വിളിച്ചേക്കേ. ഗുഡ് നൈറ്റ്. എഴുന്നേക്കടി, ക്ലാസ് കഴിഞ്ഞ്. പോയോ? ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങാനും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന കണ്ടാലേ എന്നെ കൂടെ തൂക്കി വെളിയിൽ കളയും. അതുകൊണ്ട് വിളിച്ചതാ. ഓ, ആയിക്കോട്ടെ. സ്റ്റുഡൻസ്, ദർ ആർ ദ മെയിൻ പോയിന്റ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്ന് ക്ലിയർ ആക്കി തരാമോ? ഡൗട്ടോ? ഇവക്കോ? എന്തുവാണ് ഇത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. അല്ലാത്തപ്പോ ക്ലാസ്സിൽ പോയിട്ട് കോളേജിൽ പോലും കേറാത്തവർക്ക് ഇന്ന് ഡൗട്ട്. സ്വാഭാവികം. രാവിലെ ഇവളുടെ ചൊറിഞ്ഞ വർത്താനം കേട്ടപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ ക്ലാസ്സിൽ ഇങ്ങനൊരു ഷോ. എവിടം വരെ പോകുന്നു നോക്കാം. യെസ്, താനാണോ വിളിച്ചേ? ഇതിൽ ഏത് പോയിന്റാ തന്റെ ഡൗട്ട്? അത് പിന്നെ സർ, ഈ ലാസ്റ്റ് പോയിന്റാ. ഓ, ഇതാണോ? നോട്ട് കാണിക്കൂ. ഇന്ന സർ. നീ അങ്ങോട്ട് നോക്കിക്കേ. ഇവളുടെ മട്ടും ഭാവം കണ്ടാൽ തന്നെ അറിയാം. അവക്ക് ടെക്സ്റ്റിലെ എല്ലാ സംശയം മറ്റു പലതുവാ. അതവളുടെ നോട്ടം കണ്ടാലേ മനസ്സിലാകും. നിനക്കൊന്നും പോവാനില്ല. എന്റെ ഒരേ ഒരു ചേട്ടനാ, എന്റെ പാവൻ ചേട്ടൻ. ഓ പിന്നെ, അത്ര പാവമൊന്നും അല്ല. ഈ കോളേജിൽ ഒട്ടുമിക്ക പെൺപിള്ളേർ ഇയാളെ ഇങ്ങനെ തന്നെയാ നോക്കുന്നത്. പിന്നെ കുറച്ച് അടുത്ത് കിട്ടിയപ്പോ അവള് ആസ്വദിച്ച് നോക്കുന്നെന്ന് മാത്രം. നീ കാണാത്തതുകൊണ്ടാ. അതിന് നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടല്ലോ. പിന്നെങ്ങനെ നീ മാത്രം അത് കണ്ട്? അത് പിന്നെ അതൊക്കെ കണ്ട്. പിന്നെ നീ കാണാഞ്ഞു. എപ്പോഴും എന്റെ ഏട്ടനെ മാത്രം നോക്കാതെ വല്ലപ്പോഴും സ്വന്തം ഏട്ടനെ കൂടെ നോക്കണം, എന്നാലേ കാണൂ. അയ് ശരി. എന്തായാലും ഇവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് താമസിക്കാതെ ഇവള് നിന്നെ നാത്തൂണിയെ വിളിപ്പിക്കും. എന്താ നോട്ടം. പൂടി പിശാശേ, അങ്ങനെ വല്ലതും സംഭവിച്ചാ ചേട്ടനെയും കൊല്ലും ചേട്ടത്തെയും കൊല്ലും. അവളുടെ ഒരു ഡൗട്ട് ശരിയാക്കി തരാം ഞാൻ. അതിന് നീ എന്തെടുക്കാൻ പോവാ? എന്നോട് അവളുടെ കളി നീ ഇപ്പൊ കണ്ടു. ഹാ സർ, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഒന്ന് ക്ലിയർ ആക്കാവോ? ഹാ, ഡൗട്ടോ? ഇവക്കോ? ഇവക്കെന്ത് ഡൗട്ട്? അവളുടെ ഒരു നോട്ടം. ഇനി എങ്ങനെ അവൾ എന്റെ ഏട്ടനെ നോക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. എന്നോട് അവളുടെ കളി മാർവലസ്. ഇത് കഴിഞ്ഞ് വെളിയിലോട്ടൊന്ന് വരണേ. എന്താ കുഴപ്പമായോ? ഓ ഇല്ല. എടി കാട്ട് കഴുതേ, അയാൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്നോടും ചോദിക്കും. ഞാൻ ഇവിടെ കിടന്നുറങ്ങിയത് നീയും കണ്ടതല്ലേ? ക്ലാസ്സിൽ എന്താ പറഞ്ഞെന്ന് പോലും ഞാൻ കേട്ടില്ല. എന്നോട് എന്നേലും ചോദിച്ചാൽ ഞാൻ എന്തോ എടുത്ത് വെച്ചിട്ട് പറയും? അവളുടെ ഒരു ഒടുക്കത്തെ സംശയം. എടി, നിനക്ക് സംശയമാണെങ്കിൽ അങ്ങോട്ട് പോയി ക്ലിയർ ആക്കണം, അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുവല്ല വേണ്ടേ. ഇതൊരുമാതിരി മനുഷ്യനെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി അയാൾ കാണാതിരിക്കാൻ വേണ്ടി ഈ മൂലയ്ക്ക് വന്നിരുന്നത്. അപ്പത്തേന് ഇവിടെ ഒരെണ്ണം വിളിച്ചു വരുത്തുക. മോറങ്ങോട്ട്, ഞാൻ അപ്പുറത്തിരുന്നോളാം, മോളി സൈഡിലിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എനിക്കിനി അങ്ങേറെ വായിച്ചെന്ന് കേറാൻ വയ്യാത്ത കൊണ്ടാ. ഡൗട്ടൊക്കെ തീരുമ്പം പൊന്നുമോള് വിളിച്ചാ മതി. അയ്യോടി സോറി, ഞാൻ ഓർത്തില്ല നിങ്ങൾ കീരിയും പാമ്പുവാന്ന്. ഒരു 5 മിനിറ്റത്തേക്ക് ഞാനൊരു ടിപ്പിക്കൽ സിസ്റ്റർ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? പിന്നെ നീ ഇപ്പൊ ഇവിടെ എഴുന്നേറ്റ് പോവാണെങ്കിൽ എന്തായാലും ചേട്ടൻ നിന്നെ പൂക്കും. അതിനും പേരെ ഇവിടെ ഇരിക്കുന്നതല്ലേ. ഓ നാശം. ചേട്ടനും അനിയത്തിയും കൂടി എന്നെ പുക കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ. കൊല്ലടി നീ എന്നെ, കൊല്ല് കോപ്പ്. ഞാനൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ ഒരു ഗതികേട്. കണ്ണടച്ചിരിക്കാം, അതാ നല്ലത്. ഒന്നും കാണണ്ടല്ലോ. ആർക്കാ ഇവിടെ ഡൗട്ട്? ലേക്കാ? എന്താണാവോ നിന്റെ ഡൗട്ട്? വരുന്നുണ്ട് കുണുങ്ങി. ആ ചോദ്യം കേൾക്കുമ്പോഴേ അറിയാം പരമ പുച്ഛമാണ്. മൈൻഡ് ചെയ്യണ്ട. അത് പിന്നെ സർ, ഈ സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയില്ല. എവിടെ നോക്കട്ടെ. ആ, ഇതെന്താന്ന് വെച്ചാ, ഓ കോപ്പ്. ഞാൻ അപ്പോഴേ ഇവളോട് പറഞ്ഞതാ ഞാൻ അപ്പുറത്തിരിക്കാമെന്ന്. ഈ കണക്കിന് പോയി കഴിഞ്ഞ് ഇയാള് തള്ളിക്കയറി എന്റെ മടി വന്നിരിക്കൂലോ. നാശം പിടിക്കാം. ഇതെന്താ ഇയാളെ മൂക്കിയത്? ആരതാണ്? ഇനി പറഞ്ഞിട്ടാണോ ഇവളുമാരെല്ലാം ഇയാള് പറയാൻ നടക്കുന്നത്? അവളുമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇങ്ങരുടെ ഈ മറുകും മൂക്കും കണ്ണും ചുണ്ടും ഒക്കെ കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ റിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം വാതുറന്ന കാട്ടാളനാണെങ്കിലും ഇത്ര അടുത്തൊക്കെ കാണുമ്പോ മൊത്തത്തിലൊരു ആനച്ചന്തൊക്കെ ഉണ്ട്. Come on and give me the love and machan and rise up early and caress me a tan and bring a sickle and show me a love and na 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 na. വാട്ട്? എന്തുണ്ടെന്ന്? അയ്യോ, തൂക്കിലോനാഥ,
ഇനിയിപ്പോ എന്ത് പറയും? അത് പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്, സാറ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ. ഓഹോ, എന്നിട്ടെല്ലാം മനസ്സിലായോ? പിന്നെ മനസ്സിലായി. അത് ചോദിക്കാറുണ്ടോ? അത് ശരി. എന്നാ ലാസ്റ്റത്തെ 2 പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, കേക്കട്ടെ. ലാസ്റ്റത്തെ 2 പോയിന്റ്സ് അല്ലേ? ഈ 2 പോയിന്റ്സ് അല്ലേ? അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ, എനിക്ക് 4 പോയിന്റ്സ് വരെ ക്ലിയർ ആയുള്ളായിരുന്നു. ബാക്കി രണ്ടെണ്ണം ഞാൻ സാറിനോട് ഡൗട്ട് ചോദിക്കാൻ വന്നപ്പോഴാണ് സാർ ഇങ്ങോട്ട് ചോദിച്ചേ. ഓഹോ, അത് ശരി. അന്ന് ക്ലിയർ ആയ 4 പോയിന്റ്സ് പറ. ഏത് പോയിന്റ്സ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വൗ, വണ്ടർഫുൾ. വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഡബിൾ മൂഞ്ചിരിക്കുന്നു. ആ ഇരിപ്പ് കണ്ടാലേ അറിയാം ഒരു തേങ്ങ അറിയത്തില്ലെന്ന്. പാവം പെട്ടിരിക്കുക. ഓ, ഈ വെള്ളപ്പാറ്റ സമ്മതിക്കത്തില്ലല്ലോ എന്നെ കൊണ്ട് പോത്തിടും. ഇനിയിപ്പോ എന്ത് ചെയ്യും ഭഗവാനെ? ബെല്ലടിച്ചു സാർ, നാളെ പറഞ്ഞേൽപ്പിക്കാം. അത് വേണ്ട, കാരണം ഞാൻ നാളെ ചിലപ്പോ ലീവ് ആയിരിക്കും. അതുകൊണ്ട് ലക്ഷ ടൈമിൽ എന്റെ ഓഫീസിൽ വന്നാൽ മതി. ഞാൻ അവിടെ കാണും. അറിയാവുന്ന അത്രയും പറഞ്ഞു കേൾപ്പിച്ചിട്ട് പോയാൽ മതി. ചെറ്റ എടോ മണ്ടായി, എനിക്ക് അതിനൊന്നും അറിയത്തില്ലടോ പറഞ്ഞു കേൾപ്പിക്കാൻ. എന്തൊരു കേട്ട് സന്തോഷമായല്ലോ നിനക്ക്. ഞാൻ അപ്പോഴേ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞ ഇങ്ങോട്ട് വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. ഭാഷ മാറിയിട്ടൊന്നും ഇല്ലല്ലോ. എടി, നിന്നോട് ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊരു കാര്യം ചോദിക്കുക. എന്തോ ഉണ്ടാക്കാനാ നിന്റെ ചേട്ടൻ ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഈ ആർക്കിയോളജി എടുത്ത് പഠിച്ചേ? ആവോ, എനിക്കറിയത്തില്ല. ഏട്ടൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോ പറഞ്ഞു ആർക്കിയോളജി ചെയ്യണമെന്ന്. പപ്പ സമ്മതിക്കുകയും ചെയ്ത്. അതിൽ കൂടുതൽ അറിയണമെങ്കിൽ മോളിപ്പോ അങ്ങോട്ട് പോവല്ലേ? നേരിട്ട് തന്നെ ചോദിച്ചു. അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരാം. എന്റെ പുക കാണാൻ അത് വന്ന ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായത്. ഇനിയെങ്കിലും നിന്റെ അപ്പനോട് പറ, ആ കമ്പനി അങ്ങേർക്ക് എഴുതി കൊടുത്തിട്ട് വല്ല രാമായണം വായിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ. ഒന്നുമില്ലേലും ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടും. എടി പോട്ടെ, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. പ്രിയയുടെ ആ പേക്കൂത്ത് കണ്ടപ്പോഴത്തേന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയതാ. ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. നന്നായി, അവളുടെ ഒരു ബുദ്ധി. കൊണ്ടേ ഉപ്പിലിട്ട് വെക്ക്, മാറങ്ങോട്ട് പോട്ടെ. ഞാൻ ഇല്ലെങ്കിൽ അടുത്ത വഴക്ക് ലേറ്റ് ആയെന്നും പറഞ്ഞായിരിക്കും. അതിന് നീ എന്തിനാ ഇപ്പോഴേ പോന്നേ? ലഞ്ച് ബൈക്കിന് എങ്ങാനും പോയാ പോരെ? ഓ, എന്തിനാ അത്രയും നേരം വെച്ച് താമസിപ്പിക്കുന്നേ? എന്തായാലും എപ്പ ചെന്നാലും കേൾക്കേണ്ടതൊക്കെ കേൾക്കുകയും ചെയ്യും, കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പൊ അങ്ങ് പോയി കൈയോടെ കേൾക്കുവാണെങ്കിൽ ലഞ്ച് ടൈമിനൊന്നും അറിയണ്ടല്ലോ, കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാലോ. ആ, അത് വളരെ മികച്ചൊരു തീരുമാനമാണ്. എന്നാ നീ പൊക്കോ. ഞാൻ പോയിട്ട് വരുമ്പോ മോളിവിടെ തന്നെ കാണൂലോ അല്ലേ? എങ്ങും പോകല്ലേ. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയതിലൊരു ഭീഷണിയുടെ സ്വരം ഇല്ലേ? സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവളോ? ഇവളെന്താ ഇവിടെ? എന്തായാലും ഇവളെ കൊണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായി. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ഒറ്റപ്പെട്ടു പോയേനെ. യെസ്, ഒരു 2 minutes വെയിറ്റ് ചെയ്യ്. ഇതൊന്ന് കഴിയട്ടെ. 1, 2, 5, 10 മിനിറ്റ് എടുക്ക്. വിളിക്കാതിരുന്ന അത്രയും നല്ലത്. ഓക്കെ സാർ. മീര, താൻ പോവാണോ? എന്റെ കഴിഞ്ഞു, താൻ പോവൊന്നും വേണ്ട. ഓ, ഇവക്കെന്നാ വയ്യേ. എങ്ങനെയും മനുഷ്യനൊന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴാ അവളുടെ ഒരു ഷോ. ഇല്ല, ഞാനിങ്ങോട്ട് നീങ്ങി നിന്നതാ, പോകാൻ ഇറങ്ങിയതല്ല. തനിക്കെല്ലാം ക്ലിയർ ആയില്ലേ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ, പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി. എന്നാ പിന്നെ എന്തിനാ നിൽക്കുന്നേ? ക്ലാസ്സിൽ പോകാൻ നോക്കൂ. അവളുടെ നിപ്പ് കണ്ടാലേ അറിയാം എന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. പോരാത്തതിന് പോകാനിറങ്ങി എന്നെ ഇവള് പിടിച്ചു നിർത്തി. രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോ സംതിങ് ഈസ് കുക്കിംഗ്. അത് പിന്നെ സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിന്റെ കറന്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? അല്ല, മാരീഡ് അല്ലെന്നറിയാം. സോ ഡു യു ഹാവ് ഗേൾ ഫ്രണ്ട് ഓർ സംതിങ് എൽസ്? വെറുതെ ഒന്നറിയാൻ, അത്രേ ഉള്ളൂ. വാട്ട്? ഓ മൈ ഗോഡ്, ഷീ ഈസ് വെരി ഫാസ്റ്റ്. അപ്പൊ ഇതിനാണ് ഇവൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഇപ്പൊ കിട്ടും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഒക്കെ കിട്ടും. പൊന്നുമോള് ചെവി തുറന്ന് വെച്ചു. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? റിയ അല്ലേ? യെസ് സർ. തുടങ്ങിയല്ലോ. എന്തുകൊണ്ട് നിന്റെ എല്ലാ സംശയത്തിനുള്ള ഉത്തരം പുള്ളി തരും. പിന്നെ ഈ സംശയം എല്ലാം കഴിഞ്ഞിട്ട് നീ പിന്നെ കാണുമോന്നാ എന്റെ സംശയം. എന്തായാലും ചെവി പൊത്തിയേക്കാം. എന്തിനാ ഇവക്കുള്ളതും കൂടെ ഞാൻ കേൾക്കുന്നേ? അല്ലാതെ തന്നെ ഇയാളെ വായിന്ന് ആവശ്യത്തിലധികം ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെന്തിനാ ഇതും കൂടെ? റിയക്ക് എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അറിഞ്ഞിട്ട് എന്തിനാ? ഫ്രീ ആയിട്ട് എന്റെ മാരേജ് നടത്തി തരാനോ? അതോ തനിക്ക് വല്ല ബ്രോക്കർ പണിയുണ്ടോ? അല്ല സർ, ഞാൻ വെറുതെ കാഷ്വൽ ആയിട്ട് ചോദിച്ചതാ. ഓ, കാഷ്വൽ ടോക്ക്. ഓക്കെ. കുട്ടി കോളേജിലുള്ള എല്ലാ പ്രൊഫസർമാരോടും ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാ കാഷ്വൽ ടോക്ക് നടത്തുന്നേ?
എന്നാ അത് ഇങ്ങോട്ട് വേണ്ട. പറഞ്ഞത് മനസ്സിലായോന്ന്? പിന്നെ പഠിക്കാൻ വന്നാ അത് വൃത്തിക്ക് ചെയ്യണം, അല്ലാതെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരെ കിട്ടിക്കാൻ നടക്കരുത്. ഇനി ഇമാതിരി ഫ്ലർട്ടിങ്ങുമായിട്ട് എന്റെ പുറകെ എങ്ങാനും വന്ന സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ നോക്കത്തില്ല, അടിച്ച് കർമ്മക്കുട്ടി പൊട്ടിക്കും. പറഞ്ഞേക്കാം, ഗെറ്റ് ഔട്ട്. എന്താ ശൗര്യം, മൂർഖം പാമ്പ് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതാരും റിയോ? ഇത് കേൾപ്പിക്കാനാണോ നീ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? എന്തായാലും മനോഹരമായിരുന്നു. പക്ഷെ ഡയലോഗ് ഡെലിവറി അത് പ്രൊഫസറുടെ ആയിരുന്നു നല്ലത്. പിന്നെന്തോ പൊട്ടിക്കുമെന്നൊക്കെ പറയുന്ന കേട്ടു. കുപ്പിയാണോ? അല്ല, നീയല്ലേ കുപ്പിയിലാക്കാൻ പോയത്, അതുകൊണ്ട് ചോദിച്ചതാ. മോള് കൂടുതൽ കിണിക്കണ്ട, ഇതല്ലെങ്കിൽ വേറൊന്ന്. നീയും അങ്ങോട്ടല്ലേ ഇപ്പൊ ചെല്ലുന്നേ, നമുക്ക് നോക്കാം. അതിന് ഞാൻ നിന്നെ പോലെ ഫ്ലർട്ട് ചെയ്യാനല്ല പോകുന്നേ, അതുകൊണ്ട് പൊന്നുമോള് ചെല്ലും. ഇവക്ക് കിട്ടിയതൊന്നും പോരാ. പറഞ്ഞ പോലെ അടുത്തത് ഞാനാണല്ലോ. എന്തായാലും ചൊറിയാൻ നിൽക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. ഇതാരും ഉണ്ണിയാർച്ചയോ? വരാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. എന്താ ഒരു അനുസരണ. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, ഫസ്റ്റ് പോയിന്റ് തൊട്ട് പറഞ്ഞു തുടങ്ങിക്കോ, എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നന്നായി, ആകപ്പാടൊരു പ്രതീക്ഷ അതിലായിരുന്നു. അപ്പൊ അങ്ങനെ അവസാനം ഉണ്ടാക്കിക്കൊള്ളാവുന്നു. ഇനിയിപ്പൊ എന്തോ ചെയ്യും? ടൈം എത്രയായി? 4 മിനിറ്റ്സും കൂടെ ഉണ്ട് ബെല്ലടിക്കാൻ. എന്തേലും പറഞ്ഞു വലിക്കാം, അല്ലെങ്കിൽ കാട്ടുപോ തന്നെ പിടിച്ച് വിഴുങ്ങും. എന്താ പറയുന്നില്ലേ? ഉണ്ട് സർ, പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് പോയിന്റ് തൊട്ടല്ലേ? അല്ലാതെ വേറെ ഫസ്റ്റ് പോയിന്റ് ഒന്നും അതിനകത്തില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ വിളച്ചിലെടുക്കാതെ അറിയാവുന്നത് പറഞ്ഞിട്ട് പോകാൻ നോക്കും. അതിനെനിക്കൊന്നും അറിയത്തില്ലടോ മണ്ട, അറിയാവുന്നത് പറഞ്ഞിട്ട് പോവാൻ. പറയാൻ തുടങ്ങുവാണ് സർ. The methods of research planning in archaeology, first point is excavation. Excavation is the time പോകുന്നില്ലല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. തന്നോട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ തിരുവാതിര കളിക്കാനല്ല. പിന്നെ ഇമാതിരി അടവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാ നീ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വിളച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് ചോദിച്ചതിന് ആൻസർ പറ. തോക്കി. ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇയാളെ വായിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വരും. പോരാത്തതിന് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഇയാള് നല്ല ചൂടില്ല. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞ് ഇയാൾ എന്നെയും കൂടെ കത്തിക്കും. അതിലും ഭേദം ഉള്ളതുള്ള പോലെ അങ്ങ് പറയുന്നതാ. പറയാൻ വൈകി താൻ ഇവിടെ തന്നെ നിന്നോ, എനിക്ക് അടുത്തവർ ക്ലാസ് ഉണ്ട്. അത് പിന്നെ സർ, എനിക്ക് ഇതറിയത്തില്ല. ക്ലാസ്സിൽ വെച്ച് അങ്ങനൊക്കെ ചോദിച്ചപ്പോ ഞാൻ വെറുതെ പറഞ്ഞതാ. വേണമെങ്കിൽ ഞാൻ നാളെ പറഞ്ഞു കേൾപ്പിക്കാം സർ, സത്യമായിട്ടും പറഞ്ഞു കേൾപ്പിക്കാം. അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ക്ലാസ്സിൽ വെച്ച് അങ്ങനൊക്കെ പറഞ്ഞത്. ഇനി നീ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ചെറ്റ. താനെന്താ വിചാരിച്ചേ തന്നെ പോലെ എല്ലാരും കണ്ണുപൊട്ടന്മാരാന്നു? ഇതെവിടം വരെ പോവൂന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ നീ ഇത്ര പെട്ടെന്ന് സത്യം പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഈ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നതൊന്നും അത്ര വലിയ കുറ്റമല്ല. പക്ഷെ അത് എന്റെ ക്ലാസ്സിൽ വേണ്ട. ഇനി എന്റെ ക്ലാസ്സിൽ താനിരുന്ന് ഉറങ്ങുന്ന കണ്ട ഉള്ള ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിലും തീരുമാനമാകും. പറഞ്ഞേക്കാം. അയ്യോ വേണ്ട സർ, ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല. ഒരബദ്ധം പറ്റിപ്പോയതാ. ഇനി സാറിന്റെ ക്ലാസ്സിൽ പോയിട്ട് ഈ കോളേജിൽ പോലും ഞാനിരുന്ന് ഉറങ്ങത്തില്ല. എന്നാ നിനക്ക് കൊള്ളാം. ഓക്കെ സർ. എന്നും പറഞ്ഞ് പോകാൻ ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് നിന്നേ. ഇനി എന്തിനാ ഈ കൊലമാടം വിളിക്കുന്നേ? എന്താ സാർ? അല്ല, ഒരു കാര്യം അറിയാൻ വിളിച്ചതാ. എന്നെ ഈ അടുത്ത് കാണുമ്പോ മാത്രമേ ഈ ആനച്ചന്തം ഉള്ളോ, അതോ അകലെ കാണുമ്പോഴും ഈ ആനച്ചന്തം ഉണ്ടോ? വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കോംപ്ലിമെന്റ് ആദ്യമായിട്ടാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇയാളെന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? മൈൻഡ് ആക്കണ്ട, ഒന്നും അറിയാത്ത പോലെ നിൽക്കാം. മനസ്സിലായില്ല. അല്ല, എന്റെ മറുകെ ഒറിജിനലാന്ന് പറഞ്ഞതാ. അയ്യേ, ഇയാളിത് കേട്ടായിരുന്നു. ഈ ആത്മകഥം പറയുമ്പോ മനസ്സിൽ പറയണം, അല്ലാതെ പിറുപിറുക്കരുത്. അടുത്ത് നിൽക്കുന്നവര് കേൾക്കൂന്നൊരു ബോധം വേണം. അയ്യേ, പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇവിടെ നിന്ന് കണ്ണു മിടിക്കാതെ ക്ലാസ്സിൽ പോകാൻ നോക്ക്.